വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദി അൺടോൾഡ് സ്റ്റോറീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ വാങ്ങിയ കുറച്ച് ബ്രേസ്ലെറ്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു ബ്രേസ്ലെറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സ് ആണ്. അപ്പം ട്രൂ ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൽ നിന്നാണ് ഞാൻ ഇത് വാങ്ങിയത്. ആദ്യം തന്നെ ഇവർ കുറച്ച് ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. അതായത് ഈ ക്രിസ്റ്റൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റേക്കി ചാർജ്ഡ് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ആണ്. അപ്പോൾ നമുക്കൊരു യൂണിവേഴ്സൽ ഗൈഡൻസ് ഒക്കെ നമ്മുടെ ലൈഫിൽ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ക്രിസ്റ്റൽസ് ആണ്. ആൻഡ് ഇവരൊരു പാക്കേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈഡ് ആയിട്ടുള്ള റോസ് പെറ്റൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നല്ല ഫ്രാഗ്രൻസ് ആയിരുന്നു, നമുക്ക് കാണാനും എടുത്തു വെക്കാനൊക്കെ പറ്റും. കാരണം നല്ല കളേർഡ് ആയിട്ടുള്ള ഡ്രൈഡ് ആയിട്ടുള്ള പെറ്റൽസ് ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്രേസ്ലെറ്റ് ആണ് വരുന്നത്. കോമ്പിനേഷൻ ഓഫ് ക്രിസ്റ്റൽസ് ആണ് ഈ ഒരു ബ്രേസ്ലെറ്റിൽ വരുന്നത്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഒരു പാം സ്റ്റോൺ ആണ്. അപ്പം ഈ ഒരു ബ്രേസ്ലെറ്റിൽ യൂസ് ചെയ്തിരിക്കുന്ന ഓരോ ക്രിസ്റ്റൽസിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ യെല്ലോ കാൽഷ്യേറ്റ് ആണ്. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൽഫ് കോൺഫിഡൻസും ഹോപ്പും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യാം. ആൻഡ് ഓരോ സ്റ്റോണിനുള്ള അഫർമേഷൻസും ഇവർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലൈഫിലെ ഡിസിഷൻസ് കോൺഫിഡൻറ്റോടെ എടുക്കാൻ വേണ്ടിയിട്ടും ഒരു പെർമിഷൻ നമ്മുടെ ലൈഫിൽ കിട്ടാൻ വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നെക്സ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് കാർണിലിയാണ്. ആദ്യം അതിൻ്റേതായ ഓരോ അഫർമേഷൻസും അതേപോലെ ഒരു എന്തെങ്കിലും ഒരു എയിമും ഉണ്ടാവും. പിന്നെ ഉള്ളത് വൈറ്റ് കളറിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, അത് മൂൺ സ്റ്റോൺ ആണ്. അപ്പം അതിനും ഉള്ളൊരു അഫർമേഷൻസും അതേപോലെ അതിൻ്റെ എയിമും ഉണ്ട്. സോ നമ്മൾ ക്രിസ്റ്റൽസ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യണം. ഈ ഒരു ക്രിസ്റ്റൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ചാർജ്ഡ് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ആണ്. ചാർജ്ഡ് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ആണെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ക്ലെൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ലൈഫിലെ നെഗറ്റീവ് എനർജിയൊക്കെ ആ ഒരു ക്രിസ്റ്റൽസിൽ നിന്ന് കളയാൻ വേണ്ടിയിട്ട്. ആൻഡ് ഓൾസോ എങ്ങനെയാണ് ഈ ക്രിസ്റ്റൽസ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ മാനിഫെസ്റ്റേഷൻസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഗൈഡ് ലൈൻസും. പിന്നെ പാം സ്റ്റോൺ ആണിത്. അപ്പോൾ ഈ ഒരു പാം സ്റ്റോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈഗർ ഐ പാം സ്റ്റോൺ ആണ്. പലതരത്തിലുള്ള പാം സ്റ്റോൺസും അവൈലബിൾ ആണ്. അപ്പം ഞാൻ ചൂസ് ചെയ്തത് ടൈഗർ ഐ പാം സ്റ്റോൺ ആണ്. അപ്പോൾ ഈ ഒരു പാം സ്റ്റോണിനെ പറ്റി പറയുകയാണെങ്കിൽ ടൈഗർ ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റ് ഐ ആണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് കണ്ടോ ലൈറ്റ് ഷിമ്മറിങ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വരുന്നത്. പിന്നെ ഒരു കാറ്റ് ഐസ് റിസംബിൾ ചെയ്യുന്ന യെല്ലോ ബ്രൗൺ അങ്ങനെയുള്ളൊരു കളർ കോമ്പിനേഷനാണ് ഈ ഒരു ക്രിസ്റ്റലിന് വരുന്നത്. അപ്പം മെയിൻലി ഇത് എടുത്തിരിക്കുന്നത് ഈസ്റ്റേൺ ഏഷ്യ അതേപോലെ സൗത്ത് ആഫ്രിക്ക ആ ഒരു ഏരിയയിൽ നിന്നാണ് ഈ ഒരു ക്രിസ്റ്റൽ നമുക്ക് കിട്ടുന്നത്. അപ്പം ഇത് നാച്ചുറലി കിട്ടിയ ക്രിസ്റ്റൽ ആയതുകൊണ്ട് തന്നെ കുറേ ക്രാക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നാച്ചുറലി ഇവിടെ കാണാൻ പറ്റും. അതൊന്നും നമുക്ക് കളയാൻ പറ്റില്ല എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഓൾ സീയിങ് ഓൾ നോയിങ് ആയി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് നാച്ചുറലി ഒരു പവർ സ്റ്റോൺ ആണ്. നമ്മുടെ വെൽത്ത്, ലക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാം സ്റ്റോൺ യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വൺ വേറൊരു ബ്രേസ്ലെറ്റ് ആണ്. ഇതും കുറേ റോസ് പെറ്റൽസ് ഒക്കെ ആയിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു ക്രിസ്റ്റൽസിൻ്റെ ഈ ബ്രേസ്ലെറ്റ്സിൻ്റെ കൂടെ ഈ ഒരു ക്രിസ്റ്റൽസിൻ്റെ എന്താ പറയുക ഒരു കാർഡും നമുക്ക് കിട്ടും. ജെം സ്റ്റോൺ ഐഡൻറ്റിഫിക്കേഷൻ റിപ്പോർട്ടാണിത്. ഇത് എന്താണ് ഇതിനകത്തെ ക്രിസ്റ്റൽ വരുന്നത്, എങ്ങനത്തെ ടൈപ്പ് ക്രിസ്റ്റലാണ്, വെയിറ്റ് എത്രയാണ്, അങ്ങനെയൊക്കെ പറയുന്ന ഒരു എന്താ പറയുക ഒരു സ്റ്റോണിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ ഉള്ള ഒരു കാർഡ് നമുക്ക് കിട്ടും. ആൻഡ് ഓൾസോ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതെങ്ങനെ വെയർ ചെയ്യണം, ഈ ബ്രേസ്ലെറ്റ് എങ്ങനെ യൂസ് ചെയ്യണം, അങ്ങനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവർ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിനകത്ത്. ആൻഡ് ഈ ഒരു ബ്രേസ്ലെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂട്ട് ചക്രയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ബ്രേസ്ലെറ്റ് ആണ് വരുന്നത്. അപ്പം റൂട്ട് ചക്ര അഫർമേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്, നമ്മൾ എങ്ങനെയൊക്കെ ഇത് യൂസ് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഒരു ബ്രേസ്ലെറ്റ് വെയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിനോട് ടച്ച് ചെയ്യുന്ന രീതി വേണം നമ്മളിത് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾമോസ്റ്റ് 14 അഫർമേഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതിനകത്തും പല ടൈപ്പ് ക്രിസ്റ്റൽസ് വരുന്നുണ്ട്. പിന്നെ ഡിസൈൻ വ്യത്യാസം വരും, കാരണം ഇത് നാച്ചുറലി കിട്ടിയിരിക്കുന്ന ക്രിസ്റ്റൽസ് ആണ്, ആർട്ടിഫിഷ്യൽ അല്ല. അതുകൊണ്ട് തന്നെ ഡിസൈൻസ് ഒക്കെ വ്യത്യാസം വരും. അപ്പം ഇവരുടെ സൈറ്റിൽ കുറേ ടൈപ്പ് ബ്രേസ്ലെറ്റ്സ് അവൈലബിൾ ആണ്. അപ്പം ഓരോ സ്റ്റോണിനും ഒരു എയിം ആയിരിക്കും ഉണ്ടാവുക. അപ്പം പലതരത്തിലുള്ളത് അവൈലബിൾ ആണ്. ഇപ്പം ലവും റിലേഷൻഷിപ്പൊക്കെ ആണെങ്കിൽ റോസ് ക്വാർട്സിൻ്റെ അവൈലബിൾ ആണ്. അപ്പം പലതരത്തിലുള്ള നമുക്ക് എന്താണോ വേണ്ടത് അത് ചൂസ് ചെയ്തിട്ട് നമുക്ക് വാങ്ങാം. ബ്രേസ്ലെറ്റ്സ് മാത്രമല്ല പാം സ്റ്റോൺസ് അവൈലബിൾ ആണ്, അല്ലാത്ത ചെറിയ ചെറിയ സ്റ്റോൺസും ഒക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് സെക്ഷനിലും ഇടാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യണം. ആദ്യമായിട്ടാണ് ചാനലിലേക്ക് വന്നെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു.